എല്ലാവർക്കും നമസ്കാരം. ഡിജിറ്റൽ ആപ്പിലൂടെ പേഴ്സണൽ ലോൺ കിട്ടുമ്പോൾ 8ന്റെ പണിയും കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് നോക്കാം. സാമ്പത്തിക ആവശ്യങ്ങൾ വരുമ്പോൾ ആരായാലും വായ്പകളെ ആശ്രയിക്കും. രാജ്യത്തെ എല്ലാ ബാങ്കുകളും ബാങ്കിതര സ്ഥാപനങ്ങളും പേഴ്സണൽ ലോണുകൾ നൽകുന്നു. അപ്രതീക്ഷിതമായി പണത്തിന് ആവശ്യം വരുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഉറപ്പാക്കാവുന്ന വായ്പകളാണ് പേഴ്സണൽ ലോണുകൾ. അതിന് കാരണം മറ്റു വായ്പകളെ അപേക്ഷിച്ച് നിരവധി ജാമ്യ വ്യവസ്ഥകൾ ഇല്ല എന്നുള്ളതാണ്. നിലവിൽ ഒരു ഡിജിറ്റൽ ആപ്പുകൾ വഴി പേഴ്സണൽ ലോണുകൾ അപേക്ഷിക്കാൻ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ബാങ്കുകളുടെ ആപ്പുകൾക്ക് പുറമെ നിരവധി ഫിൻടെക് ആപ്പുകളും വിപണിയിലുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ വായ്പ ലഭിക്കുന്നതാണ് ആപ്പുകളും അവകാശപ്പെടുന്നത്. ഇത് പണത്തിന് ആവശ്യമുള്ളവരെ ആകർഷിക്കുന്ന പ്രധാന ഒരു കാര്യമാണ്. ഓഫറുകൾ വീഴുന്നതിന് മുമ്പേ ഇതിനെക്കുറിച്ചുള്ള അപകട സാധ്യതയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സാധാരണ വായ്പകളേക്കാൾ ഉയർന്ന പലിശ നിരക്കാണ് പേഴ്സണൽ ലോണുകൾക്ക്. അതിന് കാരണം ഇവ സുരക്ഷിതമില്ലാത്ത വായ്പകളായതിനാലാണ്. ഉയർന്ന പലിശ നിരക്കുകൾ, പറഞ്ഞിരിക്കുന്ന അധിക ചാർജുകൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആപ്പുകൾ RBI അംഗീകൃതമാണോ എന്നും പരിശോധിക്കണം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. കാർ ലോണുകൾ, പേഴ്സണൽ ലോണുകൾ എന്നിവ ആവശ്യമുള്ളവർ ഡിജിറ്റൽ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വായ്പാ നിബന്ധനകൾ, പലിശ നിരക്കുകൾ, തിരിച്ചടവ് കാലാവധിയിലെ മാറ്റങ്ങൾ, അധിക ചാർജുകൾ എന്നിവയെക്കുറിച്ച് വ്യക്തവും സുതാര്യവുമായ വിവരങ്ങൾ വായ്പ എടുക്കുന്നവർ മനസ്സിലാക്കിയിരിക്കണം. കൂടാതെ വായ്പ എടുക്കുന്നവരുടെ തിരിച്ചടവ് കാലാവധിയെക്കുറിച്ചും തീയതിയെക്കുറിച്ചും കൃത്യമായി അറിയിക്കുകയും വായ്പ എടുക്കുന്നവരുടെ തർക്കങ്ങൾ, സംശയങ്ങൾ എന്നിവ ഉന്നയിക്കാനും പ്രശ്നങ്ങൾക്ക് കൃത്യമായി പരിഹാരം നൽകാനും ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ സാധിക്കണം. അത്തരത്തിൽ വായ്പ എടുക്കുന്നവർക്ക് ശരിയായ രീതിയിൽ സഹായം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. പേഴ്സണൽ ലോണിലൂടെ വഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ ഇതാണ് മാർഗം. പേഴ്സണൽ ലോണിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് വായ്പാ അപേക്ഷ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ വായിക്കുക. അപേക്ഷയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് അവലോകനങ്ങൾ, റേറ്റിംഗുകൾ, കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം, അനുബന്ധ പ്രശ്നങ്ങൾ എന്നിവ പരിശോധിക്കുക. നിബന്ധനകളും വ്യവസ്ഥകളും ശ്രദ്ധയോടെ നിങ്ങൾ വായിക്കുക. ഏതെങ്കിലും പേഴ്സണൽ ലോണുകൾ അംഗീകരിക്കുന്നതിനും മുമ്പേ നിബന്ധനകളും വ്യവസ്ഥകളും കൃത്യമായി വായിക്കുക. കൂടുതൽ സംശയങ്ങൾ വന്നാൽ ഒരു സാമ്പത്തിക വിദഗ്ധനെ നിങ്ങൾ സമീപിക്കുക. തിരിച്ചടവ് നിബന്ധനകളും പലിശ നിരക്കുകളും മറ്റു ചാർജുകളും വ്യക്തമായി നൽകിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കുക. ലൈസൻസ് ഇല്ലാതെ വായ്പ നൽകുന്നവരെ ഒഴിവാക്കുക. വായ്പ നൽകുന്നവർക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ലൈസൻസ് ഉള്ള ഡിജിറ്റൽ ആപ്പുകൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതിനായി റേറ്റിംഗ് ഏജൻസികളുടെ വെബ്സൈറ്റുകൾ നിങ്ങൾ സന്ദർശിക്കുക. തിരിച്ചടവ് നിബന്ധനകൾ നിങ്ങൾ മനസ്സിലാക്കുക. തിരിച്ചടവ് നിബന്ധനകളും വ്യവസ്ഥകളും അറിഞ്ഞിരിക്കുക. വൈകിയ പേയ്മെൻറ്റുകൾക്കുള്ള പിഴ, തർക്ക പരിഹാര സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്രതീക്ഷിതമായ ചാർജ് ഈടാക്കാതിരിക്കാൻ ഇത്തരം നിബന്ധനകളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആവശ്യമെങ്കിൽ നിങ്ങൾ സഹായം നേടുക. സഹായം കൊടുക്കുന്നവരിൽ നിന്ന് ഭീഷണിയോ മറ്റു പ്രശ്നങ്ങളോ നേരിട്ടാൽ ഉടൻ തന്നെ നിർവഹണ ഏജൻസികളെ നിങ്ങൾ സമീപിക്കുക. ഒപ്പം നിങ്ങളുടെ അവകാശങ്ങൾ മനസ്സിലാക്കാൻ ഒരു നിയമവിദഗ്ധനെ നിങ്ങൾ സമീപിക്കുക. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമ്പോൾ ഈ കാര്യം അറിഞ്ഞിരിക്കണം. കാർ ലോണുകൾ, പേഴ്സണൽ ലോണുകൾ എന്നിവ ആവശ്യമുള്ളവർ ഡിജിറ്റൽ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വായ്പാ നിബന്ധനകൾ, പലിശ നിരക്കുകൾ, തിരിച്ചടവ് കാലാവധിയിലെ മാറ്റങ്ങൾ, അധിക ചാർജുകൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തവും സുതാര്യമായ വിവരങ്ങൾ വായ്പ എടുക്കുന്നവർ ഉറപ്പാക്കിയിരിക്കണം. കൂടാതെ വായ്പ എടുക്കുന്നവരുടെ തിരിച്ചടവ് കാലാവധിയെക്കുറിച്ചും തീയതിയെക്കുറിച്ചും കൃത്യമായി അറിയിക്കുകയും വായ്പ എടുക്കുന്നവരുടെ തർക്കങ്ങൾ, സംശയങ്ങൾ എന്നിവ ഉന്നയിക്കാനും പ്രശ്നങ്ങൾ കൃത്യമായി പരിഹാരം നൽകാനും ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ സാധിച്ചിരിക്കണം. അത്തരത്തിൽ വായ്പ എടുക്കുന്നവർ കൃത്യമായ രീതിയിൽ സഹായം നൽകുന്നുണ്ടെന്നും ഉറപ്പാക്കണം. പേഴ്സണൽ ലോണിലൂടെ വഞ്ചനയിൽ അകപ്പെടാൻ ഇതാണ് മാർഗം. ബജാജ് ഫിനാൻസ്, ജിയോ ഫിനാൻസ്, ചോള ഇൻവെസ്റ്റ്, മുത്തൂറ്റ് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ് എന്നിവയാണ് ഇന്ത്യയിലെ മുൻനിര വായ്പാ പ്ലാറ്റ്ഫോമുകളിൽ ചിലത്. ഏതൊരു വായ്പ എടുക്കുമ്പോഴും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉചിതമാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ലേഖനം പഠനാവശ്യത്തിനുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കും മുമ്പ് നല്ലൊരു സാമ്പത്തിക വിദഗ്ധൻ്റെ നിർദ്ദേശം നിങ്ങൾക്ക് തരാം. ഓഹരി നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. സ്വന്തം റിസ്കിൽ മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓൾവേസ് സ്റ്റേ ഗുഡ് ആൻഡ് സ്റ്റേ ഹാപ്പി. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.